ലൈസൻസ് വില കുറച്ച് കിട്ടാൻ എന്തെങ്കിലും മാർഗം ഉണ്ടെങ്കിൽ ഒന്ന് എനിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ അത് പറഞ്ഞത്. ഇപ്പം ഇന്ത്യയിൽ നിന്ന് വന്ന് ബിസിനസ് ചെയ്യുന്നവരായാലും ഇവിടെ ഇന്ത്യൻ റുപ്പീസിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോഴേ പ്രൈസ് ലക്ഷങ്ങളായിട്ട് മാറുമ്പോൾ അവർക്ക് ഒരു കൺസേൺ ആണ്. ഇത്രയും ലക്ഷം രൂപ ദുബായിൽ ചിലവാക്കുന്നു എന്നുള്ളൊരു ഇതുണ്ട്. പ്രത്യേകിച്ച് പുതുതായിട്ട് ബിസിനസ്സിലേക്ക് ഇറങ്ങി വരുന്ന ആൾക്കാർക്ക് കോസ്റ്റ് ഒരു ഫാക്ടർ തന്നെയാണ് അത്. അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറയാനുള്ള ഒരു അഡ്വൈസ് എന്ന് പറയുന്നത് കുറേ മാർഗ്ഗങ്ങളുണ്ട്. അതിപ്പോൾ മെയിൻലാൻഡിലുള്ള മാർഗ്ഗങ്ങൾ ഞാൻ പറയാം, അതോടൊപ്പം ഫ്രീ സോണിൻ്റെ മാർഗ്ഗങ്ങളും പറയാം. മെയിൻലാൻഡിൽ പ്രധാനമായിട്ടും ഈ ഫ്രീ സോൺസിൻ്റെ കേസിൽ തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 54 ഫ്രീ സോൺസ് ഉണ്ട്. അപ്പോൾ ആളുകൾക്ക് ഭയങ്കര കൺഫ്യൂഷനാണ് ഏത് ഫ്രീ സോൺ ഞങ്ങൾ ചൂസ് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ അത് നമുക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് കൃത്യമായി സാധിക്കും. മറ്റൊരു പോഡ്കാസ്റ്റിംഗ് എപ്പിസോഡിലേക്ക് നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. GCC കൺട്രീസിലൊക്കെ ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ നല്ലൊരു കണക്ഷൻസ്, അവിടെ ഫിനാൻഷ്യൽ സപ്പോർട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സിനെ നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കൊരു സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി കിൽട്ടൺ ബിസിനസ് സെറ്റപ്പിനെ സഹായിക്കാവുന്നതാണ്. എന്നെ കൊണ്ടുപോകാൻ സപ്പോർട്ട് ചെയ്യാമെന്നൊക്കെ പറയുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഒരുപാട് നാളായിട്ടുള്ള ബന്ധത്തിലാണ്. ഇടയ്ക്ക് എന്നെ സഹായിക്കാറുണ്ട്. അൽഹംദുലില്ലാ. റിയാസ് ഭായ് കാര്യപരമാണ് റിയാസ് ഭായ്. പിന്നെ അൽഹംദുലില്ലാ. നമുക്ക് ഇന്നത്തെ ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഈ എല്ലാ ആളുകളുമേ റിയാസ് ഭായ്, ഇപ്പം നമ്മൾ മലയാളികളായിട്ടുള്ള ആൾക്കാരുടെ ഒരു ബേസിക് കൺസേൺ കോസ്റ്റിംഗ് ആണ്. എന്ത് സാധനത്തിനും ഒരു കോസ്റ്റ് ഉണ്ട് അല്ലേ? അപ്പം ഞാൻ ചോദിക്കാറുണ്ട്, ഇതിൽ കുറച്ചുണ്ടോ, ഇതിൽ കുറഞ്ഞതുണ്ടോ എന്നൊക്കെ പല ആൾക്കാരും ചോദിക്കാറുണ്ട്. അപ്പം നിങ്ങളുടെ സബ്ജക്റ്റിലേക്ക് വരികയാണെങ്കിൽ ലൈസൻസ് വില കുറച്ച് കിട്ടാൻ എന്തെങ്കിലും മാർഗം ഉണ്ടെങ്കിൽ ഒന്ന് എനിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ അത് പറഞ്ഞത്. തീർച്ചയായും. അതിന് മുമ്പ് ഞാനൊരു ഒരു ചെറിയൊരു നിങ്ങൾ അറിയാനായിട്ടൊരു ക്വസ്റ്റ്യൻ. കിൽട്ടൺ ബിസിനസ് സെറ്റപ്പിൽ ഇപ്പോൾ എത്ര ടീം മെമ്പേഴ്സ് ഉണ്ട്? 24 മെമ്പേഴ്സ്. അവർ ഏത് സമയത്തും അവൈലബിൾ ആണ് ആണല്ലേ? ഇപ്പൊ ഫോർ എക്സാമ്പിൾ ആർക്കെങ്കിലും ഒരാൾക്ക് റിയാസ് ഭായിനെ നേരിട്ടാണ് കാണേണ്ടത് എന്നുണ്ടെങ്കിൽ എന്താണ്? ഞാൻ ഈ രാവിലെ 9 മണി വരെ ഓഫീസിൽ ഇരിക്കുന്ന ഒരാളാണ്. പലർക്കും അത് അറിയണ്ടാവില്ല. ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യുന്ന ഒരാളാണ്. വന്നാൽ നിങ്ങൾ പേഴ്സണലി കാണാൻ പറ്റും? തീർച്ചയായും. അല്ലേ? അങ്ങനെ ചോദിച്ചു. അല്ല, റിയാസ് ഭായി എനിക്ക് പേഴ്സണലി അറിയാവുന്ന ആള്, ഒരു പരസ്പരം ആളുകളെയൊക്കെ ഒന്ന് കണക്ട് ചെയ്യുന്നതിലൊക്കെ ആള് അതിലൊരു പിശുക്കും കാണിക്കാത്തൊരു പേഴ്സണാണ്. ഇനി ഇവരുടെ തമ്മിൽ ഈ ബിസിനസ് സെറ്റപ്പുകളുടെ ഇടയിലുള്ള കോമ്പറ്റീഷനിൽ പോലും മധ്യസ്ഥനാണ് റിയാസ് ഭായ് എന്ന് നമുക്കറിയാം. നമുക്കറിയാവുന്ന ആളല്ലേ, നിങ്ങൾ പുലിയല്ലേ. റിയാസ് ഭായ്, നമ്മുടെ പോയിന്റിലേക്ക് വരികയാണെങ്കിൽ എല്ലാവർക്കും ഈ ഒരു കൺസേൺ ഉണ്ട്. ഇപ്പം ഇന്ത്യയിൽ നിന്ന് വന്ന് ബിസിനസ് ചെയ്യുന്നവരായാലും ഇവിടെ ഇന്ത്യൻ റുപ്പീസിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോഴേ ലക്ഷങ്ങളായിട്ട് മാറുമ്പോൾ അവർക്ക് ഒരു കൺസേൺ ആണ്. ഇത്രയും ലക്ഷം രൂപ ദുബായിൽ ചിലവാക്കുന്നു എന്നുള്ളൊരു ഇതുണ്ട്. പ്രത്യേകിച്ച് പുതുതായിട്ട് ബിസിനസ്സിലേക്ക് ഇറങ്ങി വരുന്ന ആൾക്കാർക്ക് കോസ്റ്റ് ഒരു ഫാക്ടർ തന്നെയാണ് അത്. അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറയാനുള്ള ഒരു അഡ്വൈസ് എന്ന് പറയുന്നത് കുറേ മാർഗ്ഗങ്ങളുണ്ട്. അതിപ്പോൾ മെയിൻലാൻഡിലുള്ള മാർഗ്ഗങ്ങൾ ഞാൻ പറയാം, അതോടൊപ്പം ഫ്രീ സോണിൻ്റെ മാർഗ്ഗങ്ങളും പറയാം. മെയിൻലാൻഡിൽ പ്രധാനമായിട്ടും ഷെയർ ഹോൾഡേഴ്സിനെ കുറക്കുക എന്നുള്ളതാണ്. അപ്പം നിങ്ങൾ ഓരോ ട്രേഡ് ലൈസൻസിൽ നിങ്ങൾ ഒരു ട്രേഡ് ലൈസൻസിനകത്ത് എത്രത്തോളം മെമ്പേഴ്സ് ഉണ്ടോ അതിനനുസരിച്ചിട്ട് ഓരോ വ്യക്തിക്കും ഇയർലി റിക്കറിങ് ഫീ വരും. 5 പേരുണ്ടെങ്കിൽ അത്രയും കൂടും. അതെ, 5 പേരിനെ കൂടും. അപ്പം നമ്മൾ കുറഞ്ഞ മെമ്പേഴ്സിന് ലൈസൻസിൽ ഇപ്പോൾ ഒരാൾ ഒറ്റയ്ക്കാണെങ്കിൽ ആ ലൈസൻസ് ഫീസിൽ വലിയൊരു എഫക്റ്റ് വരും. അതൊരു വലിയ ഘടകമാണ്. രണ്ടാമത്തെ ഒരു ഘടകം എന്ന് പറയുന്നത് പേര് ചൂസ് ചെയ്യുമ്പോൾ എല്ലാവരും ചൂസ് ചെയ്യുക ഇംഗ്ലീഷ് നെയിം, അല്ലെങ്കിൽ നമുക്കൊരു ബ്രാൻഡൊക്കെ ഇടാന്നുള്ള. അപ്പം UAE സംബന്ധിച്ചിടത്തോളം ഒരു അറബ് രാജ്യമായതുകൊണ്ട് തന്നെ അറബ് പേരിനെ പ്രൊമോട്ട് ചെയ്യാന്നുള്ളതാണ്. നമ്മുടെ തമിഴ്നാടൊക്കെ തമിഴ് ലാംഗ്വേജ് പ്രൊമോട്ട് ചെയ്യുന്ന പോലെ തീർച്ചയായും അവർക്ക് അവകാശമുണ്ട് അവരുടെ ലാംഗ്വേജിനെ പ്രൊമോട്ട് ചെയ്യാൻ. അപ്പോൾ അവരെ ഇംഗ്ലീഷ് പേര്, അല്ലെങ്കിൽ ഇംഗ്ലീഷ് പേര് നമുക്ക് വിളിക്കാൻ പറ്റില്ല, ഫോറിൻ നെയിം എന്ന് വിളിക്കാം. ഇറ്റാലിയൻ ലാംഗ്വേജ് ആവാം, സ്പാനിഷ് ആവാം. അങ്ങനെ ഇപ്പോൾ ഇന്ത്യൻ പേര് അമരാവതി എന്നൊക്കെയുള്ള പേരുകൾ ഞാൻ എടുത്തു കൊടുത്തിട്ടുണ്ട്, അളകാപുരി എന്ന് എടുത്തു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്തരം പേരുകൾ ഫോറിൻ നെയിം ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. അങ്ങനെയുള്ള പേരുകൾക്ക് 2000 ദിർഹംസ് എവരി ഇയർ നമ്മൾ പേ ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെയും കോസ്റ്റ് കട്ട് ചെയ്യാം. അപ്പോൾ അതിന് പകരം അറബിക് പേരിടാം. ഒരു അറബിക് പേരിട്ടുകൊണ്ട് അത്തരം അവരുടെ ലാംഗ്വേജ് പ്രിഫറൻസിലേക്ക് വരും. പിന്നെ കോസ്റ്റ് കട്ടിങ് ഉണ്ട്. നാടിന്റെ ലാംഗ്വേജിനെ അവർ പ്രൊമോട്ട് ചെയ്യുന്നു. അപ്പോൾ ആ പേര് നമ്മൾ ഇടാന്നുള്ളത് ഒരു കോസ്റ്റ് കട്ടിങ്ങിന് ഭാഗമാണ്. ഒരു അറബിക് പേരാണെങ്കിൽ ഇപ്പോൾ കുഴപ്പം പറ്റില്ലായിരിക്കും. സ്വന്തം പേര് ഇടാട്ടോ, അത് പറഞ്ഞപ്പോഴാണ്. സ്വന്തം പേരിടാണ്ട് കാശില്ല. ഇബാദുർ റഹ്മാൻ തന്നെ ആവണം. ഇനിയിപ്പോൾ നിങ്ങളുടെ പേര് ഇബാദുർ റഹ്മാൻ പുലാക്കൽ ആണെങ്കിൽ അങ്ങനെ തന്നെ വരും. വീട്ടുപേരടക്കം ഇടാൻ പറ്റുള്ളൂ എന്ന് മാത്രമേ ഉള്ളൂ. VA ഇബാദുർ റഹ്മാൻ എന്ന് ഇടാൻ പറ്റും? ഇല്ല. അത് പാസ്പോർട്ടിൽ എന്താണോ പേര് അത് ഇട്ട് കഴിഞ്ഞാൽ. എനിക്കൊരു ക്ലയന്റ് ഉണ്ട് ഷാർജയിലാണ്, പുളിക്കൽ ഇബ്രാഹിം ടയർ ഷോപ്പ് എന്നാണ് അതിന്റെ പേര്. അത് അദ്ദേഹത്തിന്റെ പേര് അവിടെ ഒരു ബ്രാൻഡാണ്. അദ്ദേഹം ഹിംസെൽഫ് ഈസ് എ ബ്രാൻഡ്. അതായത് മാർക്കറ്റിൽ 30 വർഷം ഉണ്ടായതുകൊണ്ട് ആ പേര് തന്നെ പുള്ളി പുതിയ സ്ഥാപനം ചെയ്യുമ്പോൾ ഇട്ടതാണ്. സ്റ്റാഫായി ജോലി ചെയ്ത്. ഞാൻ ഒരു ക്ലാരിറ്റി വരുത്താനായിട്ട്, ഇപ്പൊ എന്റെ പേര് VA വെളിപ്പറമ്പിൽ അമ്മുണ്ണി ഇബാദുർ റഹ്മാൻ എന്നാണ്. ഫുള്ളായിട്ട് വരും പേര്. അപ്പൊ അങ്ങനെ തന്നെ വരുവാ?
അതെ ചുരുക്കാനൊക്കെ നമുക്ക് ശ്രമിക്കാൻ പറ്റും. മാത്രം പറ്റില്ല. അതെ അതെ അത് ശ്രമിക്കാറുണ്ട്, പോയി കൺവിൻസ് ചെയ്തിട്ട് പേര് ചുരുക്കി തരാറൊക്കെ ഉണ്ട്. മനസ്സിലായി. അപ്പോൾ അവിടെ അങ്ങനെ ഒരു ഇതുണ്ട്. പിന്നെ അതൊരു മാർഗമാണ്. അടുത്തൊരു മാർഗം പറയുകയാണെന്നില്ല, നമ്മൾ ട്രേഡ് ലൈസൻസ് ഉണ്ടാക്കാൻ നേരത്ത് ഓഫീസ് ഒഴിവാക്കിയിട്ട് വിർച്വൽ അഡ്രസ്സിലേക്ക് വരാമെന്നുള്ളതാണ്. തൽക്കാലം തുടങ്ങുന്ന സമയത്ത് നമുക്ക് എടുക്കാം, പിന്നീട് നമുക്ക് കാശ് വന്ന് ബിസിനസ്സൊക്കെ ആവുന്ന സമയത്ത് ഒരു പുതിയ ഓഫീസ് എടുത്താൽ മതിയല്ലോ. അങ്ങനെ വരുമ്പോൾ വലിയൊരു കോസ്റ്റ് കട്ട് ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് ദുബായ് മുനിസിപ്പാലിറ്റി ഇൻസ്റ്റന്റ് ലൈസൻസ് എന്ന് പറഞ്ഞൊരു ലൈസൻസ് കൊടുക്കുന്നുണ്ട്, പെട്ടെന്ന് കിട്ടുന്ന രീതിയിൽ. അതിന് അവരാകെ ചാർജ് ചെയ്യുന്നത് 500 ദിർഹംസ് മാത്രമാണ്. അപ്പോൾ 10,000 കൊടുത്ത് ഒരു ട്രേഡ് ലൈസൻസ് ഉണ്ടാക്കാൻ ഓഫീസ് എടുക്കുന്നതാണോ ഈ 500 ദിർഹംസ് കൊടുത്തിട്ട്, അങ്ങനെ വലിയൊരു കോസ്റ്റ് ഡിഫറൻസ് അവിടെ കിട്ടും. മനസ്സിലായി. ഇനി അടുത്ത കോസ്റ്റ് കട്ടിങ്ങിൻ്റെ ഒരു മാർഗം എന്ന് പറയുന്നത്, നമ്മളൊരു ഓഫീസ് എടുത്തിട്ടാണ് ചെയ്യണം. ഇപ്പോൾ ഒരു സലൂൺ നടത്താൻ ഒരാൾ എൻ്റെ അടുത്ത് സമീപിച്ചു കഴിഞ്ഞാൽ അവർക്ക് സ്ഥലം ഇല്ലാണ്ട് വിർച്വൽ ചെയ്തിട്ട് കാര്യമില്ല, ഫിസിക്കൽ സ്പേസ് വേണം. അപ്പോൾ ആ ഫിസിക്കൽ സ്പേസിൻ്റെ റെൻറ്റ് ലൈസൻസിൽ എത്രത്തോളം റെൻ്റ് ഉണ്ടോ അതിൻ്റെ പെർസെൻറ്റേജ് വെച്ചാണ് കാൽക്കുലേറ്റ് ചെയ്യുക. ഇപ്പോൾ ഷാർജയിലൊക്കെ ആണെങ്കിൽ നിങ്ങളെടുക്കുന്ന റെൻറ്റിൻ്റെ 13% പ്ലസ് എന്നിട്ട് പോകും. അപ്പോൾ ആ പ്ലസ്സിൽ ആ അറ്റസ്റ്റേഷൻ ചാർജ് ഉണ്ട് റെൻറ്റിൻ്റെ, അതുപോലെ എല്ലാം ഈ റെൻറ്റിനോട് കണക്ട് ചെയ്തിട്ട് പോകും. ഈവൻ ചേംബർ ഓഫ് കൊമേഴ്സിൻ്റെ ഫീസ് വരെ ഷാർജയിൽ റെൻറ്റിനോട് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് വരിക. അപ്പോൾ റെൻറ്റ് കുറഞ്ഞ സ്ഥാപനം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ലൈസൻസ് ഫീസിൽ കുറച്ച് ചെയ്യാൻ. ഇതൊന്നും മനസ്സിലാക്കാതെയാണ് ആളുകൾ പോയി ചെയ്യുന്നത്. അടുത്തത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ കോസ്റ്റ് കട്ടിങ്ങിൻ്റെ ഭാഗമായിട്ട് ഫ്രീ സോണിൽ എന്ത് ചെയ്യാമെന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞതൊക്കെ മെയിൻലാൻഡാണ്. ഫ്രീ സോണിലാണെങ്കിൽ നമ്മൾ യഥാർത്ഥത്തിൽ ചൂസ് ചെയ്യേണ്ടത് നല്ല ഫ്രീ സോണിനെയാണ്. കോസ്റ്റ് കുറഞ്ഞ ഫ്രീ സോൺ ഏതാണെന്നുള്ള കണ്ടെത്തുക. അത് നമുക്ക് അവർക്ക് ഹെൽപ്പ് ചെയ്ത് കൊടുക്കാനായി സാധിക്കും. അപ്പോൾ 5750 മാത്രം ചാർജ് ചെയ്തുകൊണ്ട് ഈവൻ ജനറൽ ട്രേഡിംഗ് വരെ എടുക്കാവുന്ന ഫ്രീ സോൺസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഫ്രീ സോൺസിൽ പോയി കഴിഞ്ഞാൽ അവർക്ക് കോസ്റ്റ് കട്ട് ചെയ്യാൻ പറ്റും. ഷാർജ ഷെംസ് എന്ന് പറഞ്ഞൊരു ഫ്രീ സോൺ ഉണ്ട്, ഷാർജ പബ്ലിഷിംഗ് സിറ്റി പോലുള്ള ഫ്രീ സോൺസ് ഒക്കെ അത്ര ചാർജ് ചെയ്യുന്നുള്ളൂ. അതിൽ തന്നെ ഇപ്പം നമ്മൾ വിസ അടക്കം കൊടുക്കുന്ന 6000 ദിർഹംസിന് ചെയ്ത് കൊടുക്കുന്ന ഒരു ഫ്രീ സോൺ ഉണ്ട്. 2 ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടാണ്, പക്ഷേ ആ രീതിയിലൊക്കെ ചെയ്ത് കൊടുക്കുന്ന ഫ്രീ സോൺ നമുക്ക് ചൂസ് ചെയ്യാനായി സാധിക്കും. അപ്പം ആ രീതിയിൽ ഫ്രീ സോൺസിൽ എന്ത് ചെയ്യാം, നമുക്ക് ഈ പേരോ കാര്യങ്ങളോ ഒന്നും ഫ്രീ സോണിൻ്റെ ട്രേഡ് ലൈസൻസിനെ ബാധിക്കില്ല. അപ്പോൾ അത്തരത്തിൽ ഫ്രീ സോൺസിൽ പോയിട്ട് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ട്രേഡ് ലൈസൻസ് എടുക്കാൻ സാധിക്കും. ഇത് ഇങ്ങനെയൊക്കെ വരുമ്പോൾ കോസ്റ്റ് കട്ടാവും, വളരെയധികം കട്ടാവും. ഇനിയിപ്പം ദുബായ് ഫ്രീ സോൺസ് തന്നെ പറയുകയാണെങ്കിൽ 12,500 ആണ് മൈദ എന്നുള്ള ഫ്രീ സോണുള്ളൂ. ദുബായ് ഫ്രീ സോൺസ് ഒക്കെ ഭയങ്കര എക്സ്പെൻസീവ് ആണെന്നുള്ളൊരു മിസ്കൺസെപ്ഷൻ ഉണ്ട് ആൾക്കാർക്ക്. അപ്പോൾ അതും ഒരു ഓപ്ഷനാണ്. ദുബായ് അഡ്രസ്സ് കിട്ടുമ്പോൾ ദുബായ് വിസയിലേക്ക് നിങ്ങൾ വരും, ദുബായ് ഡ്രൈവിംഗ് ലൈസൻസ് ആയിട്ട് മാറും. നിങ്ങളുടെ എല്ലാം ദുബായ് അഡ്രസ്സിലോട്ട് വരാൻ ആഗ്രഹിക്കുന്നവർക്ക് അതൊരു നല്ല ഓപ്ഷനായിട്ട് വരും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇത് ഒരു ബേസിക് ആയിട്ടൊരു ഇതിനെക്കുറിച്ചും അറിയാത്തൊരു ഓൺട്രപ്രണറാണ് വരുന്നതെങ്കിൽ ഒബ്വിയസ്ലി കിൽട്ടൺ ബിസിനസ് സെറ്റപ്പ് ഇതിനെക്കുറിച്ച് പഠിച്ചിട്ടായിരിക്കും. ഈ ഫ്രീ സോൺസിന്റെ കേസിൽ തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 54 ഫ്രീ സോൺസ് ഉണ്ട്. അപ്പോൾ ആളുകൾക്ക് ഭയങ്കര കൺഫ്യൂഷനാണ് ഏത് ഫ്രീ സോൺ ഞങ്ങൾ ചൂസ് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ അത് നമുക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് കൃത്യമായി സാധിക്കും. പിന്നെ വേറൊരു കാര്യം കൂടി ഇതിനകത്തുള്ളത്, കൺസൾട്ടൻസി ഫ്രീ ആണ്. ഞങ്ങൾ അങ്ങനെ കൺസൾട്ടൻസി ഒരാൾ വന്ന് അദ്ദേഹം നമ്മുടെ അടുത്ത് ട്രേഡ് ലൈസൻസ് എടുത്തില്ല വെച്ചാൽ ഞങ്ങൾക്ക് വിഷമമൊന്നുമില്ല. നമുക്ക് അതിൻ്റെ അറിവ് പങ്കുവെക്കാൻ സാധിച്ചു. നമ്മളിപ്പോൾ ചെയ്യുന്നത് അതല്ലേ, അറിവുകൾ പങ്കുവെക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അങ്ങനെ നമ്മുടെ അടുത്ത് തന്നെ ലൈസൻസ് എല്ലാം ഓപ്പൺ ആണല്ലോ റിയാസ് ഭായി. ഈ ഒരു കാലഘട്ടത്തിൽ ഒന്നും ഒളിച്ചു വെച്ചിട്ട് കാര്യം ഡിജിറ്റൽ വേൾഡിൽ നമുക്ക് തന്നെ പ്രൈവസി പോലും ഇല്ല നമ്മുടെ നമ്പർ. അല്ല അത് നമുക്ക് അതിൻ്റെ ഒരു വലിയൊരു, എനിക്ക് ഒരുപാട് എക്സ്പീരിയൻസ്. ഞാൻ തന്നെ പല ആളുകളും എന്നോട് വാട്സപ്പിൽ നമ്പർ ചോദിച്ചിട്ട് പോലും ഞാൻ റിയാസ് ഭായിയുടെ നമ്പർ കൊടുക്കാറുണ്ട്. അവർക്ക് എന്നോട് ഇന്നൊരാൾ പറഞ്ഞു, അത് ഒരാൾ വന്നിട്ട് മനോജ് രോഹിണി എന്നാണ് അദ്ദേഹം പറഞ്ഞു നമ്പർ മേടിച്ചാണ്. അങ്ങനെ നിങ്ങളുടെ നമ്പർ തന്നെ വേണം, അതുകൊണ്ടാണ് അങ്ങോട്ട് കൊടുത്തത്. അപ്പോൾ എന്തായാലും സന്തോഷം. എല്ലാവിധ ആശംസകളും നേരാണ്. റിയാസ് ഭായിനെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഇവർ സെറ്റ് ഓഫ് ടീമാണ്. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയ ആൾക്കാരല്ല, വർഷങ്ങളായിട്ട് ഈ ഒരു മേഖലയിൽ തഴക്കവും പഴക്കവും. പിന്നെ എന്താ വിഷയം എന്ന് പറയുന്നത്, ഇതിൻ്റെ ഏറ്റവും ഒരു വലിയ പ്രധാനപ്പെട്ട കാര്യം ഞാൻ മനസ്സിലാക്കുന്നത്, ഇതൊക്കെ നമുക്ക് ഒറ്റയ്ക്ക് എടുക്കാമെന്ന് പറഞ്ഞ് പോകുന്ന ആളുകൾ നിയമങ്ങൾ മാറുന്നത് അറിവുണ്ടാവില്ല. ചിലപ്പോൾ ലൈസൻസ് കിട്ടുമായിരിക്കാം, ബാങ്ക് അക്കൗണ്ടിങ് ചെല്ലുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ ചില നൂലാമാലകൾ അവിടെ ഉണ്ടാകുകയും ചെയ്യും. അപ്പോൾ എല്ലാവർക്കും അവരുടേതായ പണിയുണ്ടല്ലോ, അത് ചെയ്യണമല്ലോ. അപ്പോൾ എന്തായാലും നിങ്ങൾ ആ മേഖലയിൽ ഭയങ്കര അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഭയങ്കര പുലിയാണെന്നറിയാം. ഇനി വിവരങ്ങളിലേക്ക് എത്തട്ടെ. അപ്പോൾ അടുത്ത എപ്പിസോഡ് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ.